പാട്ട് രണ്ടുപേരും എന്താറിയോ? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ. റസൂലുള്ളാഹിന്റെ മൗലിദാരും ഓതരുത്, കഴിക്കരുത്. അത് ഹിജറ 300 ശേഷം ഉണ്ടായതാണ്. അതുകൊണ്ട് അത് റസൂലുള്ളാഹിയോ സ്വഹാബത്തോ ചെയ്തതല്ല. ഏതോ ഒരു പൊട്ടം പോലെയാണ് പാവം. ഞാനും അങ്ങനെ ചിന്തിച്ചോറപ്പേ, ഈ പാട്ട് തഴവ ഉസ്താദിന്റെ പുസ്തകത്തിലുള്ള പാട്ടാണ്. തഴവ ഉസ്താദ് അവർ സ്വർഗമാക്കി കൊടുക്കട്ടെ. മഹാനവர்கள் അങ്ങനെ പാടൂ? അങ്ങനെ പാടാൻ സാധ്യതയില്ലല്ലോ. അവസാന പുസ്തകം എടുത്ത് നോക്കുമ്പോ ആ പുസ്തകത്തിൽ അത് ഉണ്ട്. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ. അതിന്റെ മേൽഭാഗവും കട്ട് ചെയ്തു, ഇതിന്റെ താഴ്ഭാഗവും കട്ട് ചെയ്തു. മേലും താഴ് മുറിച്ച ഇതാണാ പെണ്ണാ തീയോ? മേലും താഴ് മുറിച്ച അങ്ങനല്ലേ? പണ്ടൊരാൾ പെരിയിൽ വന്നപ്പോഴേ, പണ്ട് ചെറുപ്പക്കാരൻ വീട്ടിൽ വന്നപ്പോ അയാളെ വീട്ടില് പിന്നെ ഉമ്മാന്റെ കാലിന്റെ വാദത്തിന്റെ രോഗം. ഇയാള് ഉമ്മാനോട് എന്തേ ഉമ്മ? കാലുവേദന, കാലിന് വാദത്തിന്റെ രോഗം. ഇയാള് പറഞ്ഞു, ഞാനിപ്പോ ഇന്നലെ വൈദ്യശാസ്ത്രം വായിച്ചപ്പോ അതിലൊരു ചികിത്സ കിട്ടിയിട്ടുണ്ട് വാദരോഗത്തിന്. അതെന്താ? വാദരോഗത്തിന് ഇരുമ്പ് ചൂടാക്കി വെക്കുക. നല്ല ചികിത്സ. ഇയാൾ ഉമ്മാനോട് പറഞ്ഞു, ഞാൻ ചികിത്സിക്കാം. മക്കളെ ചികിത്സിച്ചാ പിന്നെ ഡോക്ടർ ഫീസ് കൊടുക്കണം. മോനെ ഇത് ദൈവം അപ്പോ പിന്നെ കിട്ടുമല്ലോ എന്ന് കരുതി ഉമ്മ പറഞ്ഞ ചികിത്സിച്ചോ. ഇവൻ മാറിയില്ലല്ലോ എന്ത് ചികിത്സ? ഇവന്റെ ഇരുമ്പിന്റെ കമ്പി എടുത്ത് അരമണിക്കൂർ അടുപ്പിൽ വെച്ച് അതിൽ നിന്ന് ആ ഇരുമ്പ് കമ്പി ഒന്നും ഉമ്മാന്റെ കാലിലോട്ട് നാട്ടിലാകെ ചർച്ചയായി. ചില ആളുകളൊക്കെ പറഞ്ഞു, എന്ത് വിട്ടിത്തറപ്പേ ഓന ചെയ്തത്? ചില ആളുകൾ പറഞ്ഞു, വിട്ടിത്തൊന്നുമല്ല, ഓന പഴയ ഖുറാനൊന്നുമല്ല, കുറച്ചൊക്കെ വിദ്യാഭ്യാസമുള്ളവനാ, കുറച്ചൊക്കെ പഠിച്ചവനാ, ഓൻ പറഞ്ഞു കൊടുത്ത കാര്യം ഉണ്ടാകും. മന്ദബുദ്ധിയാണ് അങ്ങനെ പറഞ്ഞു. ഓൻ പഠിച്ചവനാ, ചെറുപ്പക്കാരനാണ്, കുറച്ചൊക്കെ വിവരമുള്ളവനാ, ഓൻ പറഞ്ഞു കൊടുത്ത കാര്യം ഉണ്ടാകും എന്നാണ് മന്ദബുദ്ധി പറഞ്ഞത്. പക്ഷെ കാര്യപ്പെട്ട തന്റെയുള്ള പഴമക്കാര് പറഞ്ഞു, പഠിച്ചോനെ എന്ത് കാര്യം മക്കളെ, ഞങ്ങളെ ചെവി മോളിച്ചിട്ട് ഇങ്ങനത്തെ ചികിത്സ കേട്ടിട്ടില്ല. ഓൻ പറഞ്ഞു, ഞാൻ വായിച്ച പുസ്തകം കാണിച്ചു തരാം. കാണിച്ചോ? ഓൻ കൊണ്ടുവന്നു. നോക്കുമ്പോ ആ പുസ്തകത്തിൽ അതുണ്ട്, വായന രോഗത്തിന് ഇരുമ്പ് ചൂടാക്കി വെക്കുക എന്നതിലുണ്ട്. പക്ഷെ ഓൻ അതിന്റെ കവർ നോക്കിയിട്ടില്ല. അതിന്റെ കവറിന്റെ മുകളിലുണ്ട് നാക്കാലി ചികിത്സ. അത് ഈ നാക്കാലി നോക്കിയില്ല. അതൊന്നും നോക്കിയില്ല. നേരെ മറിച്ച് അത് നോക്കിയിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലാവുമായിരുന്നു ഇത് ഉമ്മാക്കുള്ളത് പറയണതല്ലേ. നാക്കാലിയൊക്കെ പറഞ്ഞോ മനപ്പുറങ്ങൾക്ക് പറഞ്ഞാൽ മണിക്ക് ചെയ്തായിരുന്നു. പക്ഷെ അവൻ ഇത് എഴുതിയില്ല, അവൻ നോക്കിയില്ല. എന്ന് പറയുന്ന പോലെ അപ്പുറം നോക്കിയില്ല, ഇപ്പുറം നോക്കിയില്ല. ഒരു കഷ്ണം മാത്രം നോക്കുമ്പോ മനുഷ്യന്റെ ഈമാൻ തെറിച്ചു പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉസ്താദ് പറയുന്ന വാക്ക് കേട്ടോളൂ. ആദ്യത്തില് അത് നബിക്കുള്ള അതുപോലെ അമലുൽ മൗലിദിൻ അതിനാളുകൾ കൂടുന്നതെല്ലാം തന്നെയും സുന്നത്തുകൾ. അതുകൊണ്ട് അക്കൊല്ലം മുസീബത്തൊക്കെയും നീങ്ങുന്നതാണെന്നാണ് ഇബ്നുൽ ജൗസിയും. അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദിന്റെ സദസ്സിൽ കൂടുക, ഹബീബിന്റെ മൗലിദോദൽ സുന്നത്താ. മൗലിദിന്റെ സദസ്സിൽ ഒരാളിരുന്നാൽ ഒരു കൊല്ലം അവർക്ക് ആഫത്ത് വരൂല, ഒരു മുസീബത്തിലും അവൻ പെടൂല. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ലോകത്തിന്റെ നേതാവിന്റെ മദ്ഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മൗലിദ് സ്വന്തം വീട്ടിലെങ്ങാനും പറഞ്ഞാൽ അവിടെ ദാരിദ്ര്യം വരൂല, ആപത്ത് വരൂല, സാഹിരീങ്ങളെ സിഹ്ർ വരൂല എന്ന മഹാന്മാര് പഠിപ്പിക്കുകയാണ്.